വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശരിക്കും ഒരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. എൻ്റെ മാനേജറിൻ്റെ എൻഗേജ്മെൻ്റാണ് എറണാകുളത്ത് വെച്ചിട്ട്. സോ ഞങ്ങൾ കുറച്ച് പേര് ഇന്നലെ തന്നെ ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. സോ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യുക ഒബ്വിയസ്ലി. അത് കഴിഞ്ഞ് കുറച്ച് കുട്ടി പ്ലാൻസൊക്കെ ഉണ്ട്. സോ നമുക്ക് സ്ട്രൈറ്റ് ടു ദി എൻഗേജ്മെൻറ്റ് വ്ളോഗ്. ഓക്കെ, നമുക്കെല്ലാവർക്കും ഒന്ന് റെഡിയായി. ഇപ്പം സമയം ഐ തിങ്ക് 9 മണിയായിട്ടുണ്ട്. സോ നമുക്കൊന്ന് റെഡിയായി 11 മണിക്ക് എത്തിയാൽ മതി ചർച്ചിൽ. ഞാൻ പതുക്കെയൊക്കെ റെഡിയായി ചർച്ചിൽ പോയി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് എന്താ പറയുക, കുറച്ച് ഷോപ്പിങ്ങും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടലി ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, റൂമിൽ നിന്ന് എണീറ്റ് പുറത്ത് വന്നപ്പോഴത്തേനും ഓക്കെ എന്നാൽ പിന്നെ ചുമ്മാ ഇരിക്കല്ലേ, അപ്പം പിന്നെ നമുക്കൊന്ന് ചുമ്മാ ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് ഒരു കുട്ടി പ്ലാൻ. സോ ഞങ്ങൾ ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്, അപ്പോൾ ആ പാലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിലൊരാൾക്ക് ഭയങ്കര ഹൈജീൻ. സോ അവൻ പല്ല് തേക്കാൻ പോയിട്ടുണ്ട്. വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ തൂക്കുപാലമൊക്കെ കണ്ടിട്ട് വരാം. വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ പോയിട്ട് വരാം. ഓക്കെ, വലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇവിടെ കൊണ്ടെത്തിക്കാന്ന് എനിക്കറിഞ്ഞൂടാ. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് തൂക്കുപാലം. ഒന്ന് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. കാണാം നമുക്ക്. ഗൈസ്, നമ്മൾ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്നലെ തൊട്ട് നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന തൂക്കുപാലം, ദാറ്റ് തൂക്കുപാലം. ഓയാ, ദാറ്റ് തൂക്കുപാലം അല്ലാണ്ട് മാറിയിരിക്കുന്നു. ആനന്ദ് കണ്ട തൂക്കുപാലം ഇങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളങ്ങനെ രാവിലെ തൂക്കുപാലം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. മറ്റേ ഡോറയുടെ പ്രയാണം പോലെയൊക്കെയുണ്ട്. കൊള്ളാം ഗൈസ്, തൂക്കുപാലത്തിൻ്റെ അടിയിൽ വെള്ളമാണ് ഗൈസ്. മൊത്തത്തിലൊരു വൈബ്രേഷനൊക്കെ, പ്രകൃതി രമണീയൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ തൂക്കുപാലം കൊള്ളാം, നൈസ്. പാലമൊക്കെ കണ്ടിട്ട് വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേന് എല്ലാവർക്കും കോഫി വേണം. പിന്നെ കോഫി ഇടാൻ വേണ്ടി കിച്ചണിൽ കയറി കോഫിയൊക്കെ ഇട്ട് എല്ലാവരെയും വിളിച്ച് എണീപ്പിച്ച് കോഫിയൊക്കെ കൊടുത്ത് റെഡിയാവാനായിട്ട് പറഞ്ഞു വിട്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. മൊത്തം ശോകമായിരുന്നു, എല്ലാം ഭയങ്കര സ്ലോ ആയിരുന്നു. പെൺകുട്ടിയായി എന്നെക്കാളും ലേറ്റായിരുന്നു അവർക്കെല്ലാവർക്കും കൂടെ റെഡിയായി വരാൻ വേണ്ടിയിട്ട്. എനിക്കറിയാൻ വേണ്ടിയില്ല ഇതിന് മാത്രം എന്നതാ ഒരുക്കം എന്നുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ കോഫിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് രാവിലെ തന്നെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോഫിയൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം അവരൊക്കെ എണീപ്പിച്ചതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് അവിടുത്തെ ഫ്രിഡ്ജ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻറ്റി ഭയങ്കര ലക്കിയാണ്. വേറെ ആളുടെ ഫ്രിഡ്ജ് നോക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ചോക്ലേറ്റ്സ് ആണ്. പക്ഷെ ആൻറ്റി ലക്കിയാണ്, തിരിച്ചു വെക്കാം. 11 മണിക്ക് എൻഗേജ്മെൻറ്റ്, സമയം 10:15. ഇവിടെ ഇതാണ് അവസ്ഥ. അതെ അരുൺ ചേട്ടാ, നമ്മളെപ്പോൾ പോവും? അതെ, 10:25. ഓക്കെ ഓക്കെ, ദിസ് ഇസ് ഗുഡ്. ഞാൻ അരുൺ ചേട്ടാ, സമയം എത്രയായി ഇപ്പം? തന്നെ. എത്ര മണിക്ക് എൻഗേജ്മെന്റ്? അതെ, ബാത്റൂമിൽ 1 മണിക്കൂർ കയറി ഇരുന്നത് ആരാ? ഗൈസ്, ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടെങ്കിലും അവിടെ എത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ബൊക്കെ മേടിക്കണം. വാവ്, ബ്യൂട്ടിഫുൾ. ഗൈസ്, റെഡിയായി. 11:15 എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് 11:15 ഇറങ്ങാൻ പോവുകയാണ്. ഇത്രയും പഞ്ചലായിട്ടുള്ള നിങ്ങൾ ഒരിടത്തും കണ്ടിട്ടുണ്ടാവില്ല.
ഇനി പോകുന്ന വഴിക്ക് നമ്മൾ കൊടുക്കാനൊരു ബൊക്കെയൊക്കെ മേടിക്കണം എന്നുള്ളതാണ് പ്ലാൻ. ബട്ട് എനിക്കറിയില്ല നടക്കും എന്താണെന്നുള്ളത്. എൻ്റെ ഔട്ട്ഫിറ്റിനാണ് പിന്നെ ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോൾ എത്തും, എൻഗേജ്മെൻറ്റ് കാണാൻ പറ്റുമോ, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് വഴിയേ നമുക്ക് കാണാം. ഓക്കെ. വണ്ടിയുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാം? അങ്ങനെയല്ല, എലിസബത്ത് said yes to Manu. To one, that's the question. Then they will make Manu Sabat. എല്ലാവരെയും തട്ടിക്കൂട്ടി എണീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ വണ്ടി ഞങ്ങൾക്കൊരു പണി തന്നു. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. രാവിലെ വണ്ടിയൊക്കെ എടുത്തിട്ട് കുളിപ്പിക്കുന്ന കണ്ടപ്പോഴേ തോന്നി എന്തെങ്കിലും പണി കിട്ടുമെന്ന്. വണ്ടി സ്റ്റാർട്ടാവാണ്ട് ഞങ്ങൾ നല്ലപോലെ ടെൻഷനായി. കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങളുടെ ട്രെയിനൊടുവിൽ ഏറ്റവും ലാസ്റ്റ് വണ്ടി ഓണായി. അപ്പോൾ ഉള്ള ചേട്ടൻ്റെ സന്തോഷമാണിത്. വണ്ടി വരെ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം പണി തന്നിട്ടുണ്ട്. മൊത്തത്തിൽ ടെൻഷനായിപ്പോയി. കാരണം ഒന്നിനുള്ള ടൈമില്ലല്ലോ. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി കയറി. പോകുന്ന വഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബൊക്കെയൊക്കെ മേടിച്ചിട്ട് നേരെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക്. എത്ര മണിയായി? എത്ര എൻഗേജ്മെൻറ്റ് എത്ര മണിക്കാ? ഓക്കെ. ഞങ്ങളിവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കണം ഗൈസ്. ഒന്നാമതേ ഇറങ്ങിയപ്പോൾ ലേറ്റായി. അതിൻ്റെ കൂടെ വണ്ടി പണി തന്നു. എന്നിട്ട് ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ റോഡും ഞങ്ങൾക്ക് പണി തന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചിലേക്ക് എത്തിയപ്പോഴത്തേനും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഞങ്ങളെ ലേറ്റായതിൻ്റെ പേരിൽ എന്തിനാ വന്നതെന്ന് വരെ ചോദിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കളിയാക്കലെല്ലാം കേട്ടിട്ട് ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. കാരണം അങ്ങോട്ടായിരുന്നു ഫുഡെല്ലാം. 11 മണിയുടെ എൻഗേജ്മെന്റ് നമ്മൾ എത്തിയത് 12 മണിക്ക്. നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് മിസ്സായതേ ഉള്ളൂ. ജസ്റ്റ് റിംഗ് ഇട്ട് കഴിഞ്ഞു അത്ര. പക്ഷെ എൻഗേജ്മെൻറ്റിന് നമ്മൾ വന്നത്. എന്നിട്ട് ഇവിടെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. അയ്യോ, അച്ഛൻ മൊബൈൽ നോക്ക്. ഇങ്ങനെയായിരുന്നു നൈസ്. പുറത്തു നിന്നുള്ള കത്തിവയ്പ്പിന് ശേഷം ഞങ്ങൾ പതുക്കെ അകത്തേക്കൊക്കെ കയറി. അവിടെ കയറിയപ്പോഴത്തേനും ബ്രൈഡും ഗ്രൂമും ഉണ്ടായിരുന്നില്ല. അവർക്കൊരു നല്ല എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ എൻട്രിയിൽ തന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ജ്യൂസ് കൗണ്ടറൊക്കെ. ഞാനൊന്നും എടുത്തില്ല, കാരണം നല്ല ഷുഗറാണല്ലോ. അങ്ങനെ അവിടെ കയറി ഞങ്ങളൊരു സൈഡിൽ പോയി നിന്ന് ബ്രൈഡിനെയും ഗ്രൂമിനെയും കാണാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ശരിക്കും ഞങ്ങൾ കണ്ടില്ല ഇതുവരെയായിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേനും അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് പിന്നെ അവർക്കുള്ള എൻട്രി എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണല്ലോ. അപ്പോഴേക്കും എനിക്ക് അരുൺ ചേട്ടൻ മധുരം ഇടാത്തൊരു പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ബ്രൈഡും ഗ്രൂമും ദേ വരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്റ്റാറായിട്ടുള്ള ബ്രൈഡും ഗ്രൂമും ഒക്കെ വന്നു. അതിനിടയ്ക്കും ചേച്ചി ഞങ്ങളെ കണ്ടപ്പോൾ ഹായ് അടിക്കാൻ മറന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് പോസ്റ്റൊക്കെ ചെയ്തു തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർക്ക് നൈസായിട്ടൊരു എൻട്രി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് അവരും നല്ല എൻജോയ് ചെയ്ത് ഒരു സ്റ്റേജിലേക്ക് പോയി. അങ്ങനെ ഫംഗ്ഷനെല്ലാം നന്നായിട്ട് കഴിഞ്ഞ് അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിനിടയിൽ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കണ്ടപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.